കുട്ടികളും കളിപ്പാട്ടവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള നമ്മുടെ കുട്ടികൾ കടന്നു പോകുന്നത്. ജനറേഷൻ ഗ്യാപ്പ് അതിന്റെ എല്ലാ അർത്ഥത്തിലും പ്രകടമാകുന്നത് ഈ കാലഘട്ടത്തിലാണ്. സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടിയുടെ സ്വഭാവത്തിലും പെരുമാറ്റ രീതികളിലുമുള്ള നല്ല വശങ്ങൾ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കാനും തിരുത്തേണ്ടത് സമയത്ത് തിരുത്താനും ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് കഴിയണം. ഇതിന് കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ നൽകുന്ന പങ്ക് വളരെ വലുതാണ്. എന്നാൽ എങ്ങനെയുള്ള കളിപ്പാട്ടങ്ങൾ നൽകണമെന്നോ അത് കുട്ടികളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുണ്ടെന്നോ പല മാതാപിതാക്കൾക്കും അറിയില്ല. ഇതിനെക്കുറിച്ച് നമുക്ക് ഈ എപ്പിസോഡിലൂടെ കൂടുതൽ മനസ്സിലാക്കാം. Hi, I'm Adira, working as occupational therapist at Prayatna Center for Child Development. Age 1 to 2 എന്ന് പറയുന്നത് കുട്ടികൾ ക്രൂഷ്യൽ ആയിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റും ഫിസിക്കൽ ഡെവലപ്മെൻറ്റും ഇമോഷണൽ ഡെവലപ്മെൻറ്റും ഒക്കെ നടക്കുന്നൊരു ടൈമാണ്. സോ ഈ ഒരു ടൈമിലാണ് കുട്ടികൾ പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുന്നതും അവർ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതുമെല്ലാം ഈ ഒരു 1 to 2 ഇയേഴ്സിലാണ്. സോ ഈ സമയത്ത് ഇവരുടെ ഇത്രയും ക്രൂഷ്യൽ ഡെവലപ്മെൻറ്റ് നടക്കുന്ന ടൈമിൽ നമ്മൾ മൊബൈൽ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ മൊബൈൽ ഫോണിൻ്റെ അമിതമായിട്ടുള്ളൊരു ഉപയോഗം അവരിൽ ഭയങ്കരമായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കും. അതുമാത്രമല്ല അവരുടെ ഇമോഷണൽ ഹെൽത്തിനെയും അവരുടെ മെൻ്റൽ ഹെൽത്തിനെയും അവരുടെ ഫിസിക്കൽ ഹെൽത്തിനെയും എല്ലാം അത് വളരെ സാരമായി തന്നെ ബാധിക്കും. അതായത് ഈ കുട്ടികൾ 1 തൊട്ട് 2 വയസ്സ് വരെയുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് അവരത് എക്സ്പ്ലോർ ചെയ്താണ്, അവരത് എക്സ്പീരിയൻസ് ചെയ്താണ് ഓരോ കാര്യങ്ങളും അവർ പഠിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ മൊബൈൽ ഫോൺ ഈ സമയത്ത് അവരുടെ റൂട്ടീനിലേക്ക് അക്കോമഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെയധികം അത് ബാധിക്കും. അതെന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് വരുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ ചിന്തിക്കാനും ചിന്തിച്ച് ചെയ്യുവാനും ഒരു കാര്യങ്ങളിൽ അറ്റൻറ്റീവ് ആയിട്ടിരിക്കുവാനും ഒക്കെയുള്ള കഴിവാണ് കോഗ്നിഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ കുട്ടികൾക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ആ കഴിവ് വളരെയധികം അത് കുറഞ്ഞു പോകുന്നു. അതേപോലെ അവർക്കാണെങ്കിൽ ഇപ്പം ക്രീപ്പിംഗ് ആയിക്കോട്ടെ, ക്രോളിംഗ്, വാക്കിംഗ് എന്നുള്ള ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് അതും അവർ പഠിക്കുന്നത് ഇപ്പോൾ കുട്ടി മുട്ടയിൽ ഇഴഞ്ഞിട്ടാണ് കുട്ടി മുട്ടയിൽ ഇഴയുന്നതിൽ നിന്ന് അടുത്തൊരു സ്റ്റെപ്പായ നിൽക്കുന്നതിലേക്ക് പോകുന്നത്. സോ അവർക്ക് അത് ചെയ്ത് പഠിക്കുവാനുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ചെയ്ത് പഠിക്കുവാനുള്ള ഒരു അവസരം കിട്ടുമ്പോഴാണ് അവർ ആ കാര്യം പഠിക്കുന്നത്. അപ്പോൾ ഈ മൊബൈൽ ഫോണിലേക്ക് അവരുടെ ശ്രദ്ധ മാക്സിമം കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അവർക്ക് അവസരം കിട്ടുന്നില്ല. അവർക്ക് അവരുടെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിനെ കുറിച്ച് പഠിക്കുവാൻ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇല്ലാതാകുന്നത്. സോ എന്താണ് ബേസിക്കലി സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ ഈ 1 to 2 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്ന് പറയുന്നത് അവർക്ക് മാക്സിമം ആയിട്ടുള്ള നമ്മുടെ നോർമൽ എൻവയോൺമെൻറ്റൽ സ്റ്റിമുലി, അതായത് നമ്മുടെ മുറ്റത്ത് നടക്കുന്ന മൃഗങ്ങളെയും പക്ഷികളെയും അതേപോലെ ചെടികളെയും മറ്റുള്ള കാര്യങ്ങളെയൊക്കെ കണ്ട് ആ റിയൽ വേൾഡുമായിട്ട് ചേർന്ന് ഓരോ കാര്യങ്ങൾ പഠിക്കേണ്ട സമയമാണ് ഈ 1 to 2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ മൊബൈൽ ഫോൺ കൊടുത്ത് അവരെ ഇരുത്തുമ്പോൾ അവരുടെ ലോകം മുഴുവൻ ഒരു ചെറിയൊരു മൊബൈലിലേക്കാണ് ചുരുക്കിക്കളയുന്നത്. അതുകൊണ്ട് തന്നെ അത് അവരെ സാരമായിട്ട് ബാധിക്കുകയും അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വളരെ കുറയുകയും, അതായത് ഇതേപോലുള്ള ഈ സമയത്ത് മൊബൈൽ നോക്കുന്ന കുട്ടികൾ പെട്ടെന്ന് കാണുന്നതാണ് സോഷ്യൽ ആങ്സൈറ്റി. അതായത് ഇപ്പോൾ ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ അല്ലെങ്കിൽ പുതിയൊരാളെ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വെപ്രാളം, പേടി, അവർക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നറിയത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് അവർക്ക് ഒരു പേരൻസ് ആയിട്ട് ആയിക്കോട്ടെ അതേപോലെ മറ്റാളുകളുമായിട്ടായിക്കോട്ടെ അവർക്ക് ഒരു ഇമോഷണൽ ബോണ്ട് അല്ലെങ്കിൽ നല്ല റിലേഷൻഷിപ്പ് ഫോം ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അതേപോലെ അവർക്ക് സംസാരിക്കാൻ, നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പഠിക്കുന്നത് എങ്ങനെയാണ്? അമ്മയും അച്ഛനും കൂടിയിരുന്ന് കുട്ടികളുടെ കൂടെ കളിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടാണ് നമ്മൾ സംസാരിക്കാൻ പഠിക്കുന്നത്. സോ ഈ സമയത്ത് ഈ കുട്ടികൾ മൊബൈലിലേക്ക് നോക്കുമ്പോൾ മൊബൈലിൽ നിന്ന് വരുന്ന ഒരു ഫീഡ്ബാക്ക് മാത്രമാണ് അവരുടെ ബ്രെയിനിലേക്ക് ചെയ്യുന്നത്. അവർക്ക് ആശയവിനിമയം നടത്തുവാനോ അതിൽ നിന്ന് പഠിക്കുവാനോ ഉള്ള അവസരം ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ ഈ സമയത്ത് നമ്മൾ എത്രത്തോളം മൊബൈൽ ഫോൺ കുട്ടികൾക്ക് കൊടുക്കുന്നോ അത്രത്തോളം അവരുടെ ഡെവലപ്മെൻറ്റിനെ നമ്മൾ ചുരുക്കിക്കളയുകയാണ് ചെയ്തത്. അത്രത്തോളം അവർക്ക് വളരാനുള്ളൊരു അവസരമാണ് നഷ്ടപ്പെടുന്നത്. നമ്മൾ ഈ 1 to 2 വയസ്സുള്ള കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ടോയ്സ് അങ്ങനെ പ്രത്യേക തരം ഇന്ന ടോയ്സ് കൊടുത്താൽ കുട്ടി നോക്കിയിരിക്കും അങ്ങനെയല്ല. ഈ 1 to 2 ഇയേഴ്സ് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഇതേപോലെ കളറുള്ള ടോയ്സ്, അതേപോലെ ഡിഫറെൻറ്റ് സൗണ്ട് കേൾക്കുന്ന മൂവ് ചെയ്യുന്ന ടോയ്സിനോടൊക്കെ ചെറുക്കന്മാരാണെങ്കിൽ കാഴ്സ്, അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ചില ഡൂൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമായിരിക്കും. സോ നമ്മൾ ഒരു ടോയ് കൊടുത്ത് കുട്ടീനെ ഇരുത്തുന്നു എന്നതിലല്ല, പക്ഷേ ആ ടോയ് ഉപയോഗിച്ച് കുട്ടീനെ നമ്മൾ എങ്ങനെ എൻഗേജ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം.
അതായത് ഇപ്പോൾ ഒരു കുട്ടിക്കാണെങ്കിൽ അവർക്ക് കളിക്കാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടെങ്കിൽ എന്ത് ടോയ്സ് വെച്ചിട്ടായാലും കുട്ടി കളിക്കും. അതുപോലെ ഈ കുട്ടികൾക്കാണെങ്കിൽ ഡിഫറെൻറ്റ് കളർഫുൾ ആയിട്ടുള്ള അവർക്ക് അത് അവരുടെ അറ്റൻഷൻ എടുക്കാൻ പറ്റുന്ന കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ അങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് അവർക്കായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അതായത് നമ്മളിപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേ ഏരിയ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിക്കുക, അവിടെ ക്രിയേറ്റീവായിട്ട് അറേഞ്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് അവിടെ വന്നിരുന്ന് കളിക്കുവാനും അതിൽ നിന്ന് ലേണിംഗ് സംഭവിക്കാനും ഒക്കെയുള്ള ഒരു അവസരം കിട്ടുന്നു. അതേപോലെ ഇപ്പം 1 to 2 years എടുക്കുവാണെങ്കിൽ അവർക്ക് സ്റ്റാക്ക് ചെയ്യുന്ന ടോയ്സ്, സെൻസറി ടോയ്സ്, സോഫ്റ്റ് ടോയ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് അവരുമായിട്ട് ഇൻറ്ററാക്റ്റീവ് പ്ലേ, അതായത് കുട്ടിയുമായിട്ട് നമ്മളും ചേർന്ന് ഉള്ള കളികൾ കളിക്കുക, അതായത് പ്രിട്ടൻഡ് പ്ലേ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം നന്നായിരിക്കും. നമുക്ക് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് കുട്ടികൾക്ക് അവർക്ക് ഇത്രയും ഓവർ സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവരുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ചുറ്റുമുള്ള നമ്മുടെ നോർമൽ കാര്യങ്ങൾ, നമ്മുടെ റിയൽ വേൾഡിലുള്ള ചെടികളായിക്കോട്ടെ, നാളുകളെ ആയിക്കോട്ടെ, എല്ലാം അവർക്ക് വളരെ ബോറിംഗ് ആയിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് മൊബൈൽ ഫോൺസ് കുട്ടികളിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയില്ല. നമ്മൾ ഗ്രാജ്വലി വീൻ ഓഫ് ചെയ്യുക, അതായത് അവർക്ക് ടൈം കൊടുത്ത് അവരുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറച്ച് കൊണ്ടുവരികയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. പെട്ടെന്ന് എടുത്ത് മാറ്റാൻ കഴിയില്ല. ഇതോടൊപ്പം തന്നെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരെ വേറെ കളിപ്പാട്ടങ്ങളും അതേപോലെയുള്ള വേറെ കാര്യങ്ങൾ ഉപയോഗിച്ച് അവരെ നമ്മൾ എൻഗേജ് ആക്കി വെക്കുക. ഇപ്പോൾ നമ്മൾ എത്ര സമയം അവരുടെ മൊബൈൽ ഫോൺ കുറയ്ക്കുന്നോ അത്രയും സമയം നമ്മൾ അവരെ എൻഗേജ് ചെയ്യുക. അതായത് കുട്ടികളുമായിട്ട് കളിക്കുമ്പോൾ അവരെ പുറത്ത് കൊണ്ടുപോവുക. അവർക്ക് ഈ നമ്മുടെ നോർമൽ വേൾഡിലുള്ള സ്റ്റിമുലസ് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാൽ മാത്രമേ അവർ അത്രയും കാമാവുകയും വീണ്ടും അതിൽ നിന്നുള്ള ശ്രദ്ധ മാറ്റാൻ കഴിയും. അപ്പം ടോയ്സ് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ ക്രിയേറ്റീവായിട്ട് നമ്മളുടെ ഇമാജിനേഷൻസ് ഉപയോഗിച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ അതിനൊക്കെയും മാറ്റിയെടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. സോ നമ്മളിപ്പം ഒരു കുട്ടി എന്ന് പറയുന്നത് ചുമ്മാ ഒരു ടോയ് കൊടുത്തിരുത്താൻ പറ്റുന്ന, നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിലോ നമ്മൾ ഓരോരുത്തരുടെയും വീട്ടിൽ കുട്ടികൾ കാണും, അല്ലെങ്കിൽ നമ്മളുടെ റിലേറ്റീവ്സിലെ കുട്ടികൾ, നമുക്കൊരു ടോയ് കൊടുത്തിട്ട് ഒരു കുട്ടീനെ ഒരിക്കലും അടക്കിയിരുത്താനോ അല്ലെങ്കിൽ കുട്ടീനെ എൻഗേജ് ചെയ്യാനോ പറ്റില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന ടോയ്സിലല്ല, പക്ഷെ നമ്മൾ ആ ടോയ്സ് കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കുന്നു, ഏത് രീതിയിൽ കൊടുക്കുന്നു, ആര് കൊടുക്കുന്നു, അതൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു കുട്ടിക്ക് നമ്മളൊരു ടോയ് കൊടുക്കുകയാണെങ്കിൽ അവൻ അത്രയും ഇൻട്രസ്റ്റിങ്ങും ഇൻട്രാക്റ്റീവായിട്ട് അത് തോന്നുകയാണെങ്കിൽ മാത്രമേ അതിലേക്ക് ശ്രദ്ധ പോകുള്ളൂ. സോ ഇപ്പം ആസ് എ പാരൻറ്റ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മാക്സിമം അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് കളിക്കാൻ ശ്രമിക്കുക. അതായത് ടോയ്സ് ചുമ്മാ എടുത്തിട്ട് കുട്ടീനെ അവിടെ ഇരുത്താതെ കുട്ടിയുമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ അവരോട് സംസാരിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കുട്ടികളിൽ വളർച്ച സംഭവിക്കുന്നതും കുട്ടികൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതും. സോ കുട്ടികളുടെ ഈ 1 to 2 എന്ന് പറയുന്ന കുട്ടികളുടെ മെയിൻ ഒക്യുപ്പേഷൻ തന്നെ പ്ലേ ആണ്. ആ പ്ലേ നമ്മൾ ഏത് രീതിയിൽ ക്രിയേറ്റീവ് ആക്കുന്നു, ഏത് രീതിയിൽ നമ്മൾ കുട്ടികളുടെ ജീവിതത്തിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു, അത് ഡിപ്പെൻഡ് ചെയ്താണ് കുട്ടികളുടെ വളർച്ച ഇരിക്കുന്നത്. കാരണം ഈ കുട്ടികൾ കളിക്കുന്ന സമയത്താണ് അവരോരോ കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ എത്രത്തോളം നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നു, അവരെ ക്രിയേറ്റീവായിട്ട് അവരുടെ പ്ലേയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതായത് ഇപ്പം നമ്മളൊരു കുട്ടികളുടെ കൂടെ ഒരു പസിൽ വെച്ച് കളിക്കുകയാണെങ്കിൽ അത് ഇൻറ്ററാക്റ്റീവായിട്ട് അത് ഹൈഡ് ചെയ്ത് നമ്മൾ അവിടുന്ന് കണ്ടുപിടിക്കുക, ഹൈഡ് ആൻഡ് സീക്ക് പോലെ അവിടുന്ന് ഇവിടുന്നും പസിൽ പീസസ് കണ്ടുപിടിച്ച് കുട്ടികളുമായിട്ട് അങ്ങനെ. അപ്പോൾ അത് ജോയിൻ ചെയ്യുമ്പോൾ അപ്പോൾ ബേസിക്കലി അവർ നമ്മളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നു, ഫിസിക്കൽ പ്ലേ ഇൻവോൾവ് ചെയ്യുന്നു, അതേപോലെ ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് പലതരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. അതുകൊണ്ടൊരു ടോയ് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് കുട്ടിയുടെ ശ്രദ്ധ മാറ്റിക്കൊണ്ടുവരാനോ അല്ലെങ്കിൽ കുട്ടിയുടെ കാര്യങ്ങൾ ഇമ്പ്രൂവ്, പക്ഷേ നമ്മളത് എത്രത്തോളം ക്രിയേറ്റീവായിട്ട് കൊടുക്കുന്നു, കുട്ടികൾക്ക് കൊടുക്കുന്ന അവസരം, ഇതിലൊക്കെയാണ് കാര്യങ്ങളിരിക്കുന്നത്. അതേപോലെ നമ്മളിപ്പോൾ പറഞ്ഞ ഈ മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ നമ്മൾ ഈ അവസരങ്ങൾ തന്നെയാണ് നഷ്ടപ്പെടുന്നത്. കാരണം അവസരങ്ങൾ കിട്ടാതെ ഇപ്പം നമുക്കും ഒരു കാര്യം നമുക്ക് പഠിക്കാനൊരു അവസരം കിട്ടിയാൽ നമുക്കൊരു കാര്യം പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുമ്പോൾ അവരുടെ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. അങ്ങനെയാണ് ഇതിൽ സംഭവിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കുട്ടികളുടെ കൂടെ നമ്മൾ കൊടുക്കുന്ന ടോയ്സോ അല്ലെങ്കിൽ നമ്മൾ എത്ര അളവിൽ കൊടുക്കുന്നു അതല്ല, നമ്മൾ എത്രത്തോളം കുട്ടികളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടൈമാണ്. നമ്മുടെ ടൈമും നമ്മുടെ എനർജിയും അവർക്ക് കൊടുക്കുമ്പോൾ അത്രത്തോളം ഇമോഷണലിയും നമ്മളും തമ്മിലുള്ള ബോണ്ട് ഡെവലപ്പ് ആകുന്നു. അതേപോലെ തന്നെ കുട്ടികൾ സ്കിൽസ് പഠിക്കുന്നത് ഏറ്റവും കൂടുതൽ, കാരണം ഹോം ഇസ് ദ ഫസ്റ്റ് സ്കൂൾ. വീട്ടിൽ നിന്നാണ് ആദ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പം വീട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും കുട്ടികളുടെ ജീവിതത്തിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്.
ഹായ്, എൻ്റെ പേര് സൽമാൻ എന്നാണ്. ഞാൻ മൈമ കിഡ് സ്റ്റോർ എന്ന് പറയുന്ന ബ്രാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. നമ്മൾ ബ്രാൻഡ് തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷമായി. നമ്മൾ മെയിൻലി ഫോക്കസ് പിള്ളേരുടെ എഡ്യൂക്കേഷണൽ പ്രൊഡക്ട്സ് ആണ്. അതുപോലെ തന്നെ അവരുടെ ചൈൽഡ്ഹുഡ് ഡെവലപ്മെൻറ്റ് എന്നും കൂടി ടാർഗറ്റ് ചെയ്തിട്ട്, ചൈൽഡ്ഹുഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഹാപ്പിനെസ്, ഇതാണ് നമ്മുടെ ഒരു മെയിൻ മോട്ടോ തന്നെ ബ്രാൻഡിൻ്റെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് കുറച്ച് പ്രൊഡക്ട്സ് നമുക്ക് എന്തായാലും പരിചയപ്പെടാം. സെക്കൻഡ് കാറ്റഗറി 1 to 2 years ആണ്. അതും ഈ പറയുന്ന നെക്സ്റ്റ് ലെവൽ ഓഫ് സ്കിൽസ്, അതായത് അവർക്ക് സാധനങ്ങൾ മനസ്സിലായി തുടങ്ങും, ഓരോ ഷേപ്സിനോട് ഒരു അർത്ഥം കാണുന്ന ഒരു ഏജാണ്. അതിൽ നമുക്കിപ്പോൾ മെയിനായിട്ട് വരുന്നത് ഷേപ്സും കളറും ആ ഏജിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഷേപ്പിന് എന്താണെന്ന് മനസ്സിലാക്കാനും. അതിലിപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതൊരു ഷേപ്പ് സോർട്ടർ ടോയ് ആണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ കൊച്ച് ആ ഷേപ്പിനെ മനസ്സിലാക്കുകയും ആ ഷേപ്പിന് പറ്റിയ ഏതാണ് ഐറ്റം എന്ന് മനസ്സിലാക്കും. ഇപ്പോൾ ഈ ടോയുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ, ഇത് പ്രസ് ചെയ്യുമ്പോൾ പല ഷേപ്പിലേക്ക്, ഈ ഒരു 5 ഷേപ്പിനെ പല ഷേപ്പിലേക്ക് ഇതാക്കാനും, അതേപോലെ തന്നെ ഇപ്പോൾ ഇത് സ്റ്റിക്കിലാക്കിയിട്ട് ഇത് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കുക. ഇതാണ് അവർക്ക് ടാസ്ക് കൊടുക്കുക. നോർമലി അങ്ങനെ ഒരു ഇതിൽ വരുമ്പോൾ അങ്ങനെ ഒരു കെയറിങ് സെൻറ്ററിലോ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ ഷേപ്പുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ടാസ്ക് കൊടുക്കുകയാണ്. അത് പിള്ളേർക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ചെയ്ത് കഴിയുമ്പോൾ ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു, അതിനോടൊപ്പം നോളജ് കിട്ടുന്നു, അവരുടെ ഹാൻഡ് ഐ കോർഡിനേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പം ഇതിൽ പല ടോയ്കളും ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഇപ്പം ഇതിപ്പോൾ ഷേപ്പ് മാറ്റുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഷേപ്പിലേക്ക് വരുന്നു. ഇതിനെ ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് കൊച്ച് അത് ഉള്ളിലേക്ക് ആക്കുന്നു. നമ്മളവർക്ക് കൊടുക്കുന്ന ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഈ ഷേപ്സ് എല്ലാം നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരണം. ഹാൻഡ് ഐ കോർഡിനേഷൻ, ഈ പറയുന്ന ഡെവലപ്മെൻറ്റ് സ്കില്ല്. ഇപ്പം ഇതാണെങ്കിൽ പോലും ഇതിൽ കറക്റ്റ് അത് മെൻഷൻ ചെയ്യേണ്ടത്. അതായത് പാരൻസ് ഇത് ചെയ്യുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി ഒരു പാരൻറ് ചൈൽഡ് ബന്ധം കൂടി ഇതാവണം. നമ്മളിപ്പോൾ നോർമലി എന്താ കണ്ടുവരണേന്ന് വെച്ചാൽ, കൊച്ചു കരയുന്നു, നമ്മൾ നേരെ ഫോൺ എടുത്ത് കൊടുക്കുന്നു, കൊച്ചു യൂട്യൂബ് ഓപ്പൺ ആക്കുന്നു. ഇതിൻ്റെ അപ്പുറം ഒരു റിലേഷനോ അല്ലെങ്കിൽ ഇവർക്ക് ഫിസിക്കലായിട്ടുള്ള ഐറ്റംസിനോടൊരു അട്രാക്ഷനോ ഇല്ല. ഇപ്പം നമ്മളാണെങ്കിലും പണ്ട് പറയുമായിരുന്നു, പിള്ളേർ നമ്മുടെ കടകളിൽ വന്നു കഴിഞ്ഞാൽ കരയുമെന്ന് പറയുമായിരുന്നു. ഇപ്പം കരയുന്നില്ല പിള്ളേർ. അവരുടെ ഇമാജിനേറ്റീവ് ലെവല് അതിൻ്റെയും അപ്പുറം അവർ കാണുന്നത് അതിലും വലിയ കാര്യങ്ങളാണ്. അപ്പോൾ അവരെ ഇത്രയും കൂടി ഒരു റിയൽ ലൈഫിലേക്ക് കണക്ഷൻ കൊണ്ടുവരണമെങ്കിൽ ഇതുപോലത്തെ ടോയ്സിൻ്റെ ഭയങ്കര നെസസിറ്റി ഉണ്ട്. ഈവൻ ഇപ്പം ഇതിൽ ഫൈൻ മോട്ടോർ സ്കില്ല്, അങ്ങനെ കോഗ്നിറ്റീവ് സ്കിൽസ്, മാത്തമാറ്റിക്കൽ സ്കില്ല്, ഇവർ ഇമാജിനേഷൻ വർദ്ധിപ്പിക്കുന്ന സ്കില്ല് വരെ നമുക്ക് ഈ പ്രൊഡക്ട്സ് ഇതുമായി റിലേറ്റഡ് നമ്മുടെ ഈ കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സ്. അതിലിപ്പോൾ ക്ലേ വരുന്നുണ്ട്. ക്ലേ വരുന്നതെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൈയുടെ മൂവ്മെൻറ്റ്സ് ഈസിയർ ആക്കാനും, അവർക്ക് ആ മടിയും ആ വിരലിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ വരുന്ന ക്ലേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇമേജുമായി ബന്ധപ്പെടുത്തി, ഇപ്പോൾ കാറ്റാണെങ്കിൽ കാറ്റിൻ്റെ അക്ഷരം, അതായത് അവർക്ക് പല സ്കിൽ. ഇപ്പോൾ ചില പിള്ളേർ പഠിക്കുന്നത് എഴുതുമ്പോഴായിരിക്കും, ചില പിള്ളേർ അത് കേൾക്കുമ്പോൾ പഠിക്കും, ചില പിള്ളേർക്ക് കാണുമ്പോഴാണ് പഠിക്കുക. അപ്പോൾ ഇതൊക്കെ അവരുടെ സ്കില്ല് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള ഐറ്റംസ്, അതായത് ഇപ്പോൾ ഇതിലെന്താ ഗുണമെന്ന് വെച്ചാൽ, അവർ കാറ്റെന്ന് എഴുതുക മാത്രമല്ല, അല്ലെങ്കിൽ കാറ്റ് എന്ന് പറയുന്ന അക്ഷരങ്ങൾ പഠിക്കുക മാത്രമല്ല, പകരം ആ കാറ്റിനെയും കൂടി പഠിക്കുന്നു. കാറ്റ് നിൽക്കുന്നത് എവിടെയാണ്, കാറ്റ് ഇൻ റിയാലിറ്റി നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പോൾ കൈറ്റ് ആണെങ്കിൽ കൈറ്റ് എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ്, അതിന് എത്ര ലെറ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ അപ്പോൾ ഒരുപാട് സ്കില്ല് ഈ ഒരു ഷോർട്ട് ടൈം കൊണ്ട് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിപ്പിക്കാൻ നമുക്ക് പറ്റും. പിന്നെ നോർമലി വരുന്ന അബാക്കസ്, അതിൽ നമ്പേഴ്സ്, അതുപോലെ തന്നെ കളേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ടോയിലും നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ, നമ്മൾ ഹൈ ക്വാളിറ്റി ഐറ്റംസ് അറ്റ് എ റീസണബിൾ പ്രൈസാണ് നമ്മൾ എപ്പോഴും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള നമ്മൾ ചെയ്യുന്ന എല്ലാ ബ്രാൻഡുകളും നമ്മൾ ഉറപ്പുവരുത്താറുണ്ട് അതിൽ കറക്റ്റായിട്ട് നമ്മുടെ പാരൻസിന് പറ്റുന്ന, അതായത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ. ഇപ്പോൾ ഇത് ചെയ്യുന്ന ഈ ഒരു ഇതിൽ വരുന്നത് ആൽഫബറ്റ്സ് വരുന്നുണ്ട്, കളേഴ്സ് വരുന്നുണ്ട്, ഷേപ്സ് വരുന്നുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് അവരുടെ നോളജ് ഇതാക്കും, ഇമാജിനേറ്റീവ് പവേഴ്സ് കൂട്ടുകയാണ്. അതായത് ഒരു കൊച്ചിനൊരു ഷേപ്പ് കാണുമ്പോൾ അതിൽ ഒരുപാട് ചിന്തിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ട്രെയിനിങ് സ്കിൽസ്, അതായത് ഈ പിള്ളേരുടെ ഓരോ കാര്യങ്ങൾ അവർ ആലോചിക്കാനും, അതുപോലെ അത് തിങ്കിങ് അവർക്ക് ഡെവലപ്പ് ചെയ്യാനും പറ്റുന്ന സ്കിൽസ്. ഇപ്പം ഇതാണെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് എങ്ങനെ ഇതിൽ എങ്ങനെ അട്രാക്റ്റീവ് ആവുമെന്ന് വെച്ചാൽ, എസ് കാണിക്കുന്നത് സണ്ണാണ്.
ഓട്ടോമാറ്റിക്കലി അവരുടെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് എസ് സണ്ണ് ഇത് വരികയാണ്, സണ്ണിന്റെ പിക്ചർ കൊടുക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എ എഴുതി പഠിക്കുക എന്ന് പറയണ പകരം എ എന്താണെന്നും, എ ഫോർ ആപ്പിൾ ആണ്, ആപ്പിളിന്റെ ഫസ്റ്റ് ലെറ്റർ എ ആണെന്നും, അതേപോലത്തെ ആപ്പിൾ എങ്ങനെ ആപ്പിളിന്റെ ഷേപ്പ് എന്താണെന്നും, ഇങ്ങനെയുള്ള ടോയ്സ് ആണ് നമ്മൾ കൂടുതലും എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ഒരു ഏജ് കാറ്റഗറിയിലേക്ക്. അടുത്ത വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടവുമായി നമുക്ക് വീണ്ടും കാണാം.